ജിംനി മരിച്ചോ, ജിംനിയെ കൊന്നോ, ജിംനിയുടെ സഞ്ചയനമായോ? ഒരു കാലത്ത് ജിംനി വരും എന്ന കമൻറ്റ് ട്രെൻഡിങ് ആയ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഞാൻ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ജിംനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു ലോങ് ടേമറാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ദിവസമായി വന്നിട്ട് സിറ്റിയിൽ ഉപയോഗിച്ച സമയത്ത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഒരു ലോങ് ടേം റിവ്യൂവിലേക്ക് സ്വാഗതം. ജിംനി ഒരു പ്രാക്ടിക്കൽ ഓഫ് റോഡറാണ്, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. നമ്മൾ ഓഫ് റോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നും ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വാഹനം റോട്ടിൽ ഓടിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ ലെങ്ത്തിനെ കുറിച്ചാണ്. ഇതൊരു 3850 മില്ലിമീറ്ററോളം ലെങ്ത്ത് വരുന്ന ഒരു വാഹനമാണ്. ചെറിയ വാഹനമാണ്, നാരോ ആണ്. ഈ ഒരു നാരോയിങ് സംഭവം ഭയങ്കര യൂസ്ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ട്രാഫിക്കിനിടയിലൂടെ കയറി പോകുന്ന സമയത്ത്, ഒരു പാർക്കിംഗ് സ്ലോട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, അതുപോലെ തന്നെ ചെറിയ ഇടുങ്ങിയ റൂട്ടിലൂടെയൊക്കെ കയറി പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതിൻ്റെ സൈസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നാരോ സൈസ് ഡെയിലി ലൈഫിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ടയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓഫ് റോഡിലൊക്കെ പോകണമെങ്കിൽ വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് ഒരു ഓൾട്ടറൈൻ ടയറൊക്കെ ഇടാം. ഓൾട്ടറൈൻ ടയർ ഇടുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാട്ടെ. ജിംനി ചില എഡിഷനൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഈ ടയറും ഓക്കെയാണ്. ഇപ്പോൾ ഹൈവേയിലേക്ക് ഓടിക്കുന്നതിൽ വലിയ തെറ്റൊന്നും നമ്മൾ പറയുന്നില്ല, ഫീൽ ഗുഡാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു വാഹനം സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്തേക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. 210 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ സ്പേസ് ഒക്കെ നോക്കിയാൽ അപ്രോച്ചിങ് ആംഗിൾ, അപ്പോൾ ഡിപ്പാർച്ചർ ആംഗിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമ്മളിപ്പം ഒരു ഹൈവേയിലൂടെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു റോട്ടിലൂടെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സൈഡ് കൊടുക്കേണ്ട സിറ്റുവേഷനിൽ നമുക്ക് റോട്ടിൽ നിന്ന് ഇറക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ടെൻഷൻ ഇല്ലാതെ ഇറക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല, അവരിറക്കേണ്ടത് നമ്മൾ ഇറക്കി കൊടുക്കാം എന്നുള്ള മൈൻഡിൽ. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ സാധാരണ ഡ്രൈവിങ്ങിൽ, ഓഫ് റോഡിൻ്റെ കേസിലല്ല. നമ്മളിപ്പോൾ ഒരു മോശം റോട്ടിലേക്ക് ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു മറ്റു റോട്ടിലേക്ക് കയറിയപ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അതിന് മാത്രം ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ ആ ഒരു ബമ്പറൊക്കെ നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ റിയർ വ്യൂവില്ലേ, അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലൂടെ നോക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. താങ്ക്സ് ടു ദ 15 ഇഞ്ച് വീല് ഇത് തടസ്സപ്പെടുത്തുന്നില്ല. മറ്റൊരു കാര്യം, ബൂട്ട് അത്യാവശ്യത്തിന് നല്ലൊരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഒരു 5-6 ഒക്കെ ലഗേജ് കൊള്ളാൻ പറ്റുന്ന തരത്തിൽ അത്യാവശ്യം കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു അഡ്വാൻറ്റേജും കൂടിയുണ്ട്. അതായത് ഇതൊരു 5 ഡോറാണ്. ഈ നാരോ സൈസ് എന്നൊക്കെ പറയുന്ന സമയത്തെ നമുക്ക് മുകൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് ഇതിൻ്റെ മുകളൊക്കെ ക്ലീൻ ചെയ്യാനും മുകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാനും ഒക്കെ ഭയങ്കര സുഖമാണ്, കാരണം അത്ര ഹൈറ്റേ ഉള്ളൂ. അകത്തേക്ക് വരുന്ന സമയത്ത് 2 കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, നമുക്കങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റോറേജ് സ്പേസസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. അതിവിടെ നമുക്കൊരു വാട്ടർ ബോട്ടിൽ വെക്കാൻ കഴിയില്ല, ഫോണ് വെക്കാം, വാട്ടർ ബോട്ടിൽ വെക്കാൻ പറ്റില്ല. മറ്റൊന്ന്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല സീറ്റ് എന്നുള്ളതാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സെൻട്രൽ കൺസോളിനകത്തൊക്കെ വെള്ളം വെക്കാനൊക്കെ ഉള്ള ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറോ അല്ലെങ്കിൽ ആ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, പക്ഷേ അത് ക്രമീകരിച്ചാൽ കുറച്ച് ബാക്കിലാണ് എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായി നമ്മൾ നേരത്തെ നോട്ടീസ് ചെയ്താണ്. ഡെയിലി ലൈഫിലും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ബാക്കിലൊരു ലോഡ് സെൻസർ വെക്കാൻ മറന്നുപോയി തോന്നുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി എടുത്തിട്ട് ബാക്കിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ശബ്ദം 90 സെക്കൻഡ് നമ്മൾ സഹിക്കേണ്ടി വരും. എ സിയുടെ കാര്യം പറയാം. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എ സിയാണ്. ഇപ്പോൾ നമ്മളൊരു ചൂടുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നിർത്തിയിട്ടിട്ട് നമ്മൾ തിരിച്ച് വണ്ടിക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ടെമ്പറേച്ചർ കൂളാക്കി എടുക്കാൻ പറ്റും. അത് കോൺഫിഡൻ്റ് ആണ്. അത് നല്ല എ സിയാണ്, അത് നമ്മൾ എടുത്തും പറയണം. നേരെ ഞാൻ പറഞ്ഞു വിസിബിലിറ്റി, നിങ്ങൾക്കിപ്പോൾ കാണുന്ന സമയത്ത് മനസ്സിലാവുണ്ടാവും അത്യാവശ്യം നല്ല വിസിബിലിറ്റിയാണ്. ഞാനൊരു 6 അടി ഉയരക്കാരനാണ്. പുറമേ നിന്ന് കാണുന്ന സമയത്ത് ഒരു കുഞ്ഞൻ വാഹനമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, നാരോ ആണെന്ന് പറഞ്ഞു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കമാൻഡിങ് പൊസിഷനിൽ നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് ട്രാഫിക്കിനിടയിലും അതുപോലെ തന്നെ ലോങ് ടൈം ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിൻ്റെ കോമ്പറ്റേറ്റർ ഇപ്പം 5 ഡോർ ഇറക്കി, നിങ്ങൾക്കൊക്കെ അറിയാം. അതിനകത്ത് പെട്രോളിനകത്ത് 4x4 ഇല്ല, ഡീസലിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പെട്രോളിനകത്തൊരു 4x4 വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് മാത്രമാണ് ഉള്ളത് എന്നുള്ളത്. ഒരു കാര്യം പ്രത്യേകം പറയണം, ഇതിൻ്റെ പ്രൈസ് 15,40,000 രൂപയ്ക്ക് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ഓൺ റോഡ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ഫുൾ ഓപ്ഷൻ്റെ ഓൺ റോഡ് പ്രൈസ് 15,40,000 രൂപയാണ്. ഓട്ടോമാറ്റിക്കും മാനുവലും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മാരുതി ഡീലർഷിപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു 4x4 വാഹനം 15 ലക്ഷം രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആവുക എന്നുള്ളത് നല്ല കാര്യം. 12 to 15 എന്തായാലും മൈലേജ് കിട്ടും. ഇപ്പോൾ തന്നെ നമ്മൾ ക്ലസ്റ്ററിനകത്ത് 10.8 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ നേരം നിർത്തിയിട്ടിട്ടും ഇതൊക്കെ ഉള്ള ഒരു മൈലേജാണ്, ഇത് പരിഗണിക്കേണ്ട. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൈവേ ക്രോസിങ്ങിനിടയിൽ 12 to 14 ഒക്കെ എന്തായാലും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതും
ഒരു ഭയങ്കര കാര്യമാണ്. നമ്മൾ 2 വീൽ ഡ്രൈവിനകത്താണ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഒരു കാർ എന്നുള്ള നിലക്ക് അത്യാവശ്യം നല്ല കാര്യം. മറ്റൊരു കാര്യം ബോഡി റോൾ. ഇതൊരു ലാഡർ ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ മെത്തേഡാണ്. അതിനകത്ത് നല്ല ക്വാളിറ്റിയിൽ ഇതിൻ്റെ ബോഡി റോളിനെ കൺട്രോൾ ചെയ്യാൻ മാരുതി വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ സ്പീഡിലേക്ക് പോകുന്ന സമയത്തും നമുക്ക് മനസ്സിലാവും. മറ്റൊന്ന്, വളരെ ഈസി ആയിട്ട് നമുക്ക് 90 വരെയൊക്കെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു റോട്ടിലേക്കൂടെ ക്രൂസ് ചെയ്യുന്നുണ്ടോ, വളരെ പെട്ടെന്ന് ഇപ്പോൾ 100 അതായത് വളരെ പെട്ടെന്ന് നമുക്കിതിനെ ക്രൂസ് ചെയ്ത് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു 90 to 100 റേഞ്ചിലൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഹൈവേയിൽ അങ്ങനെ ക്രൂസ് ചെയ്ത് പോകാം. പിന്നെ ഇതിനെ വളരെ പെട്ടെന്ന് അപ്പ് ചെയ്ത് കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അത്ര ഓക്കെ ആയിട്ട് പറയുന്നില്ല. ഇതിൻ്റെ പർപ്പസും അതല്ല. പക്ഷേ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കിടിലൻ മെഷീനാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഒരു 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് അത് ഈ ഒരു 1.5 ലിറ്റർ എഞ്ചിനിട്ട് നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. നേരത്തെ നമ്മളെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് റോട്ടിൽ നിന്ന് പുറത്തിറക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് റോഡിലെ പാത്ത് ഹോൾസ്, ഹമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂളായിട്ടിട്ട് അടിച്ച് പോയി. ഇനി തോന്നുന്നു ഇപ്പോൾ കേരളത്തിലെ റോഡുകളിൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം ഇതാണ്. റോഡുകളെ കളിയാക്കുന്നതല്ല, റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഹൈവേ വരുന്നു. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലൊരു ഹൈവേൻ്റെ വർക്ക് തീർന്നൊരു ഭാഗത്താണ്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ഹൈവേസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഗ്രാൻഡ് വിറ്റാറിൻ്റെ വീഡിയോ ശ്രദ്ധിച്ച ആൾക്കാർക്ക് അറിയാം, പലയിടത്തും ഭയങ്കര മോശം റോഡാണ്. ആ റോട്ടിലേക്ക് നല്ലൊരു സാധനമാണത്. കാരണം എത്ര വലിയ കുഴിയാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് എടുത്തിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ റോട്ടിൽ ഓടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ എൻ്റെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ടും മാരുതി സുസുക്കിയുടെ ജിംനി എന്ന് പറയുന്ന മോഡൽ കൊണ്ടു നടന്ന സമയത്തുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ പക്ഷേ നിങ്ങൾക്ക് കോമ്പറ്റേറ്റേഴ്സിനായിട്ട് കമ്പാരിസൺ ഉണ്ടായേക്കാം, താരതമ്യപ്പെടുത്തൽ സ്വാഭാവികമായിട്ടും വന്നേക്കാം. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ജിംനിൻ്റേതായിട്ടുള്ള ഒരു മുഖമുദ്ര കീപ്പ് ചെയ്യുന്ന ഒരു വാഹനം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും സംസാരിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇത് ഓഫ് റോഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. ആ സമയത്ത് കുറച്ച് ഓഫ് റോഡ് ആളുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കണം, നമ്മുടെ ആഗ്രഹം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.